സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഒരവസരം കിട്ടിയാൽ, അല്ല 2 തവണ അവസരം കിട്ടിയാൽ നിങ്ങളത് വേണ്ടെന്ന് വെക്കുമോ? ചിന്തിക്കുക. മുന്നിൽ ആർത്തിരമ്പുന്ന മരണം, പുറകിൽ രക്ഷപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ലൈഫ് ബോട്ട്. ആ ബോട്ടിൽ കയറിയാൽ അയാൾക്ക് ജീവിക്കാം, തിരിച്ചുപോയി പ്രിയപ്പെട്ടവരെ കാണാം. പക്ഷേ അയാൾ ആ ബോട്ട് തട്ടിമാറ്റി, എന്നിട്ട് മരണത്തിലേക്ക് നടന്നു കയറി. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്ത രാത്രിയിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ആ ത്യാഗം ചെയ്തത് ആരാണെന്നറിയാമോ? ഇതൊരു കഥയല്ല, ചരിത്രമാണ്. 1912 ഏപ്രിൽ 14 മഞ്ഞുമലയിലിടിച്ച് ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ നടുക്കടലിൽ മുങ്ങാൻ തുടങ്ങുന്നു. എല്ലായിടത്തും നിലവിളികൾ മാത്രം. സമ്പന്നർ പണം വാരി എറിഞ്ഞ ബോട്ടിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നു. അമ്മമാർ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് കരയുന്നു. മരണം അത് കൺമുന്നിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ വലിയ ആൾക്കൂട്ടത്തിൽ ശാന്തനായി നടന്ന ഒരാളുണ്ടായിരുന്നു, ഫാദർ തോമസ് ബൈൽസ്. കപ്പൽ മുങ്ങുന്നുവെന്ന് ഉറപ്പായ നിമിഷം അദ്ദേഹം ഓടിയത് സ്വന്തം ക്യാബിനിലേക്കല്ല, മറിച്ച് ഭയന്നു വിറച്ചിരിക്കുന്ന പാവപ്പെട്ട യാത്രക്കാരുടെ അടുത്തേക്കാണ്. അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. പാപമോചനത്തിനായി ആയിരങ്ങൾ തിക്കിത്തിരക്കുന്നു. പലർക്കും ഭാഷയറിയില്ല, എങ്കിലും കണ്ണുകൾ കൊണ്ട് അവർ പ്രാർത്ഥന യാചിച്ചു. അദ്ദേഹം അവർക്കിടയിൽ നിന്ന് കുമ്പസാലിപ്പിച്ചു. ഭയപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യം നൽകി. അപ്പോഴാണ് നാവികർ അദ്ദേഹത്തെ വിളിക്കുന്നത്. ഫാദർ, ലൈഫ് ബോട്ട് റെഡിയാണ്, അങ്ങേക്ക് ഇതിൽ കയറാം, വേഗം വരൂ. ആ നിമിഷം ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്റെ സഹോദരനെ ഓർമ്മ വന്നിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹം ആ നാവികനോട് പറഞ്ഞു, ഇല്ല, എന്റെ മക്കൾ ഇവിടെ മരിക്കാൻ കിടക്കുമ്പോൾ അവരെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. എന്റെ സ്ഥലം ഈ ബോട്ടിലല്ല, അവരുടെ കൂടെയാണ്. ഒന്നല്ല 2 തവണ അദ്ദേഹം രക്ഷപ്പെടാനുള്ള അവസരം വേണ്ടെന്ന് വെച്ചു. ഒടുവിൽ കപ്പലിന്റെ പിൻഭാഗം ഉയർന്നു പൊങ്ങിയപ്പോൾ 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടി. അദ്ദേഹം കയ്യിൽ ജപമാല ഉയർത്തിപ്പിടിച്ചു. ടൈറ്റാനിക് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയപ്പോൾ ആ ഇരുട്ടിൽ കേട്ടത് നിലവിളികളായിരുന്നില്ല, മറിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയായിരുന്നു. ശരീരം കൊണ്ട് മരിച്ചെങ്കിലും ആയിരങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് അഴിച്ചിട്ടാണ് ആ നല്ല ഇടയൻ യാത്രയായത്. ഇതാണ് യഥാർത്ഥ സ്നേഹം, ഇതാണ് പൗരോഹിത്യം.